എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു രുചികരമായ പൊട്ടറ്റോ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ല ഒരു റെസിപ്പി കൂട്ടും കൂടെയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ റെസിപ്പി തയ്യാറാക്കി എടുത്തേക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഒരു ബെസ്റ്റ് സൈഡ് ഡിഷും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി. എന്നും ഒരേ രീതിയിലൊക്കെ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാം നമുക്ക് ഈ റെസിപ്പി. ഈ ഒരു റെസിപ്പി കൂട്ട് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടത്തരം വലുപ്പമുള്ള 3 പൊട്ടറ്റോയാണ് ഞാൻ എടുത്തേക്കുന്നത്. തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് ചെറിയ ക്യൂബ്സുകളായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. പൊട്ടറ്റോ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ പാനിലോട്ട് എടുത്തേക്കുന്നത്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് പൊട്ടറ്റോ. ഈ പൊട്ടറ്റോ ഫ്രൈ നമ്മളൊരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടെന്ന് പറയുന്നത് ഒരു 5 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് വലിയ ജീരകം, ഒരു ലേശം വെള്ളം ഒഴിച്ച് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. പൊട്ടറ്റോ എല്ലാം 1/4 പരുവത്തോളം വേവായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകൽ. അങ്ങനെയാകുമ്പോൾ ഫ്രൈ തയ്യാറാക്കി എടുക്കുമ്പോൾ കുഴഞ്ഞു പോകത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരിപ്പയിലൂടെ ഊറ്റി മാറ്റണം. പാനിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കണം. ഒരു 2 കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർന്ന് ആ ഒരു കൂട്ടും ചേർക്കുവാണ്. ഈ ഒരു കൂട്ടിലോട്ടും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ ഇളക്കി ഇതൊന്ന് തിളച്ച് കിട്ടണം. പൊട്ടറ്റോ നമ്മളൊരു 3/4% മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഈ ഒരു കൂട്ടിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴത്തേക്കിന് ആ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ പൊട്ടറ്റോയിൽ പിടിച്ചു വരികയും ചെയ്യും. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പൊട്ടറ്റോ 3/4% വെന്തതാണല്ലോ. ഇനി ഈ ഗ്രേവി ഇതിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുകയും വേണം. വെള്ളമൊക്കെ വറ്റി നമുക്ക് ചെറിയ തീയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കണം. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ പിന്നീട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയ തീയിൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ ഒരു ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതും. നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ നമുക്ക് അധികം ഓയിൽ ഇല്ലാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനാണെങ്കിലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ റെസിപ്പിയാണെന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഈ ഒരു പരുവത്തിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ ഒരു റെസിപ്പി കൂടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ല. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂടുമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.